ഹായ്, പി ഇ റേഷ്യോ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇതിനു മുമ്പ് 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പി ഇ റേഷ്യോനെ പറ്റി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പി ഇ റേഷ്യോനെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പത്തെ 4 വീഡിയോസും കണ്ടവർക്കറിയാം, ഏകദേശം നമ്മൾ ആ ഒരു രീതിയിലാണ് ആ 4 വീഡിയോസും ചെയ്തിരിക്കുന്നത്. നോർമലി പി ഇ റേഷ്യോനെ പറ്റി ആൾക്കാർ വീഡിയോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനെ പറ്റി പറയുമ്പോഴും പറയുന്നത് അതിന്റെ തിയറി പറയും, അതേപോലെ കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറയും. അതിനുശേഷം പറയുന്നത് പി ഇ റേഷ്യോനെ എങ്ങനെയാണ് നോക്കേണ്ടത്. അത് ഒരു 10നും 20നും പി ഇ റേഷ്യോ ഇടയിൽ വന്നാലും നല്ല പി ആണ്, വാല്യൂഷൻസിലോ ആണ്. അല്ലെങ്കിൽ 25 പിയിൽ താഴെയാണെങ്കിൽ നല്ല വാല്യൂഷനിലാണ്. 25, 30 അതിനൊക്കെ മുകളിലേക്ക് പി ഇ റേഷ്യോ പോയി കഴിഞ്ഞാൽ ഓവർ വാല്യൂഡ് ആണ്. സോ അത് അങ്ങനത്തെ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നല്ലത് കുറഞ്ഞ പി ഇ റേഷ്യോയിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആ രീതിയിലാണ് ആൾക്കാർ പി ഇ റേഷ്യോനെ പറ്റി സംസാരിക്കാറ്. ഞാൻ ആ ഒരു രീതിയിലല്ല പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളൊരു പി ഇ റേഷ്യോ ഒരു കമ്പനിയുടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പി ഇ റേഷ്യോനെ കമ്പയർ ചെയ്യേണ്ടത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റോക്കുകളുമായിട്ടല്ല, അതിന്റെ പീർസുമായിട്ടാണ്. അതേ സെക്ടറിലുള്ള അതേ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുമായിട്ട് വേണം നമ്മൾ ഇവരുടെ പി ഇ റേഷ്യോ അല്ലെങ്കിൽ ഇവരുടെ വാല്യുവേഷൻസിനെ കമ്പയർ ചെയ്യാനായിട്ട്. നോർമലി നമ്മൾ എങ്ങനെയാണോ ഇവരുടെ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അങ്ങനത്തെ ബിസിനസിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണോ ഇതിന്റെ പീർസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ വേണം ഈ കമ്പനികളുമായിട്ട് ഇതിന്റെ പി ഇ റേഷ്യോസും കമ്പയർ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ജഡ്ജ്മെന്റ് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ജ്വല്ലറി സ്പേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ നോർമലി എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ജ്വല്ലറി സ്പേസ്. അതിൽ കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്, പിൻ കാർഡിലുണ്ട്, അവർ 30% ഗ്രോ ചെയ്യുന്നത്. അതേപോലെ ടൈറ്റൻ നോക്കിയാൽ 25%, സെൻകോ നോക്കി കഴിഞ്ഞാൽ 6% ഗ്രോ ചെയ്യുന്നത്. ഇവരുടെയൊക്കെ പി ഇ റേഷ്യോ നോക്കിയാൽ ടൈറ്റന് 80ന് മുകളിലുണ്ട്, കല്യാൺ ജ്വല്ലേഴ്സിന് 50ന് മുകളിലുണ്ട്. അതേപോലെ പി എൻ കാർഡിൽ ഏകദേശം 28-30 ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ കറണ്ട് പി ഇ റേഷ്യോ ആണ് പറയുന്നത്. അതേപോലെ സെൻകോ ഗോൾഡ് നോക്കിയാൽ 20 പിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 20 പിയിൽ കിടക്കുന്ന കമ്പനിയാണ് ഏറ്റവും നല്ല കമ്പനി, അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത്, നല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പം ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ 30, 15, 80 ഒക്കെ വരെ ആ സെക്ടറിലുള്ള കമ്പനികൾക്ക് പി ഇ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 20ൽ കിടക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മൾ മറ്റേ രീതിയിൽ, അതായത് ആദ്യം പറഞ്ഞ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുക. സോ അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ബിസിനസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കേണ്ടത്. അവിടെ നമുക്ക് സെൻകോ നോക്കിയാൽ 6% ഗ്രോ ചെയ്യുന്നു. കല്യാൺ ജ്വല്ലേഴ്സും പിൻ കാർഡിലും ഞാൻ നേരത്തെ പറഞ്ഞു 30%. ടൈറ്റൻ, അതായത് ഇത്രയും വലിയൊരു കമ്പനി, 3.5 ലക്ഷം കോടിയോളം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള, അല്ലെങ്കിൽ 3000ന് മുകളിൽ ഷോറൂംസ് ഉള്ള അത്രയും വലിയൊരു കമ്പനിയാണ്. ആ കമ്പനി ഗ്രോ ചെയ്യുന്ന പോലും 25% മുകളിലാണ്. നമുക്ക് നോർമലി ആണെങ്കിലും ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാറോ ബൈക്കോ ആണെങ്കിൽ പോലും നമ്മളൊരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ പോകുന്ന ഒരു വണ്ടി നമുക്ക് അതിന്റെ ഇരട്ടിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പറ്റും. 60, 80 ഒക്കെ ആക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ ഒരു 100 കിലോമീറ്റർ പെർ അവറിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയെ, ഒരു വണ്ടിയെ നമുക്ക് 200 കിലോമീറ്ററിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതേപോലെ തന്നെയാണ് ഇത്രയും വലിയ കമ്പനികളാകുമ്പോൾ, ഇത്രയും വലിയ ബേസ് ആയി കഴിയുമ്പോഴത്തേന് അവർക്ക് അവിടെ ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയ കമ്പനികൾക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെയാണ് ഈ സെൻകോ അത്രയും ചെറിയൊരു കമ്പനി ആയിട്ട് പോലും അവർക്ക് 6% ആണ് ഈ ക്വാർട്ടറിൽ ഗ്രോ ചെയ്യാൻ പറ്റിയത്. ടൈറ്റൻ ഇത്രയും വലിയ കമ്പനി പോലും 25% ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് ഈ സെൻകോയുടെ, അല്ലെങ്കിൽ നമ്മൾ നോർമലി നോക്കിയാൽ ഈ 20 കിടക്കുന്ന സെൻകോയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 50% ഗ്രോത്ത് കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് പി എൻ കാർഡിലിന്റെ പി റേഷ്യോ എങ്കിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 50% മൂവ് കിട്ടും, 30 പിയിലേക്ക് എത്താൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ആ രീതിയിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പി റേഷ്യോനെ അവരുടെ പീഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് നോക്കുക. അപ്പോൾ അതിനുശേഷം മാത്രം നമ്മൾ ആ പി റേഷ്യോ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പി റേഷ്യോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഈ പീഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് അതിൽ ആ നല്ല വാല്യൂഷൻസിലാണോ ഇത് അവൈലബിൾ ആകുന്നത് എന്നുള്ള കാര്യം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യത. ആ രീതിയിൽ പി റേഷ്യോനെ നോക്കുമ്പോഴായിരിക്കും. എന്തായാലും നമുക്ക് പി റേഷ്യോനെ പറ്റി നമുക്ക് കൂടുതലുള്ള കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.